പ്രിയപ്പെട്ടവരെ നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒരു നഴ്സറിയിൽ പോവുകയും ആ നഴ്സറിയിൽ നിന്ന് കുറച്ച് ഫലവൃക്ഷ തൈകൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം ഈ സൺഡേ ആയിരുന്നു എറിയാട് ഫാത്തിമ ഞങ്ങളുടെ ഇടവകയിൽ പരിസ്ഥിതി ദിനാഘോഷം നടത്താനായിട്ട് തീരുമാനിച്ചത്. അന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് പെന്തക്കോസ്ത തിരുനാളാണ്. അപ്പോൾ അതും ആഘോഷിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന്റെ ഒരുക്കങ്ങളൊക്കെ ചെയ്യേണ്ടിയിരുന്നത് 12ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളാണ്. തലേദിവസം തന്നെ കുട്ടികളൊക്കെ വന്ന് ഞങ്ങൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു. പരിസ്ഥിതി ദിന ആഘോഷത്തിന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു. ഒപ്പം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളും ഫലങ്ങളും ഇതുപോലെ ഞങ്ങൾ ചിത്രീകരിച്ച് പള്ളിയുടെ മുമ്പിലും അൾത്താരയിലുമായിട്ട് ഞങ്ങൾ വെച്ചിരുന്നു. ഒപ്പം പരിശുദ്ധാത്മാവിന്റെ പ്രതീകമായിട്ട് പ്രാവിനെ പ്രതിഷ്ഠിച്ചു. അപ്പം അതിന് സിസ്റ്റേഴ്സ് നേതൃത്വം നൽകി. ഒപ്പം വൃക്ഷത്തൈകൾ ഞങ്ങൾ ഇതുപോലെ ഡെക്കറേറ്റ് ചെയ്ത് അത് എൻട്രൻസ് ആയിട്ട് ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു. അപ്പോൾ അത്രയും ഗംഭീരമായിട്ട് അല്ലെങ്കിൽ അത്രയും മനോഹരമായിട്ടാണ് ഇന്നത്തെ ദിവ്യബലിയുടെ ഒരുക്കങ്ങൾ ഞങ്ങൾ അറേഞ്ച് ചെയ്തിരുന്നത്. അങ്ങനെ എൻട്രൻസും കാര്യങ്ങളും ദിവ്യബലി, കാഴ്ചവെപ്പ്, വായന തുടങ്ങിയ കാര്യങ്ങളെല്ലാം കുട്ടികൾ നേതൃത്വം കൊടുത്തു. തലേ ദിവസം വികാരി അച്ഛൻ 5 ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് കുട്ടികളോട് പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ 5 ചോദ്യങ്ങൾ ചോദിച്ചു. ആ 5 ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് ഉത്തരങ്ങൾ കുട്ടികൾ നൽകി. അപ്പോൾ അവർക്ക് അച്ഛൻ പ്രത്യേകമായിട്ട് സമ്മാനങ്ങൾ നൽകി. അപ്പം അങ്ങനെ ഗംഭീരമായിട്ടാണ് ഇന്നത്തെ ദിവസം ഞങ്ങൾ കൊണ്ടാടിയത്. പള്ളിയിലെ കുർബാനയ്ക്ക് ശേഷം ഞങ്ങൾ വൃക്ഷത്തൈ നട്ടു. ഒപ്പം 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് വൃക്ഷത്തൈകൾ ഞങ്ങൾ വിതരണം നടത്തി. ഒപ്പം പരിശുദ്ധാത്മാവിനെ പരിചയപ്പെടുത്തിക്കൊണ്ട്, സാധാരണ വിശുദ്ധനെയാണ് പരിചയപ്പെടുത്താറ്, ഞാൻ സംസാരിക്കുകയുണ്ടായി. എനിക്കാണ് അതിനൊരു അവസരം കിട്ടിയത്. ഒപ്പം പരിശുദ്ധാത്മാവിന്റെ ഒരു പാട്ടൊക്കെ പാടിയിട്ടാണ് ഞങ്ങൾ ക്ലാസ് അവസാനിപ്പിച്ചത്. അപ്പം അങ്ങനെ ഗംഭീരമായിട്ട് ഇന്നത്തെ പെന്തക്കോസ്ത തിരുനാളും പരിസ്ഥിതി ദിനാഘോഷവും ഞങ്ങൾ എറിയാട് ഇടവകയിൽ ആഘോഷം കൊണ്ടാടി എന്നുള്ളതാണ്.